ഇടത് സ്ഥാനാർത്ഥി കെ.എൻ. ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കുറേ നേരത്തെ ഇറങ്ങിയല്ലേ? ഇന്നലെ തൃപ്പൂണിത്തുറ നഗരത്തിൽ എൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ഇന്ന് പള്ളുരുത്തിയിൽ റോഡ് ഷോ ഉണ്ട്. സഖാവ് ടി.കെ. രാമകൃഷ്ണൻ്റെയും സഖാവ് എ.പി. വർക്കിയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അവരെ ഓർത്തുകൊണ്ടാണ് ഇന്ന് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മണ്ഡലം മാറേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇതിപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്നെ പാർട്ടി പരിഗണിച്ചതല്ലേ. വൈപ്പിൻ മണ്ഡലത്തിൽ ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കൂടി അംഗീകാരമായി പാർട്ടി അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല തൃപ്പൂണിത്തുറ മണ്ഡലം UDF-ൽ നിന്നും പിടിക്കണം എന്ന വാശി കൂടി ആ തീരുമാനത്തിൻ്റെ പിന്നിലുണ്ട്. എത്രത്തോളം ഉണ്ട് സാധ്യതകൾ? കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ അതെല്ലാം ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം പെരുമാറുന്നതിനോ അതിന് മുൻകൈ എടുക്കുന്നതിനോ നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിനിധിക്ക് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടൊരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബാബുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അത്തരം അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടോ ഇതിൽ? UDF രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ് പലപ്പോഴും. രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര നിലപാട് പലപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴും ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നിശ്ചയമില്ല. ഇപ്പോൾ BJP ആണ് നിലവിൽ ഇത് ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റി. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒരു ഘടകമായി വരുന്നുണ്ടോ? അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ അതിൽ സ്വാധീനം ചെലുത്തും. പക്ഷെ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. കെ.എൻ. ഉണ്ണികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ വോട്ടർമാരെയും നേരിൽ കാണാനുള്ള തിരക്കിലാണ് അദ്ദേഹം. ക്യാമറമാൻ ജോയ് CR-നൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.